കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ജനസംഘവും പിന്നീട് ഉണ്ടായ ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും CPIM-ഉമായി സഹകരിച്ച് തന്നെയാണ് പല ഘട്ടത്തിലും രഹസ്യമായും പരസ്യമായും മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് പല തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേണിലും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു തനി ആവർത്തനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIM-ഉം BJP-യെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് വ്യക്തമാവുകയാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിന് വോട്ട് കിട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും BJP-യുടെ അകമഴിഞ്ഞ സഹായമുണ്ടായിരുന്നു. BJP-ക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം 15,000-ഓളം വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് CPIM-ന് കൃത്യമായി വോട്ടുകൾ മറിഞ്ഞത് എന്നതുൾപ്പെടെ വലിയ ചർച്ചയായതാണ്. നമുക്കറിയാം, പാലക്കാട് തെരഞ്ഞെടുപ്പിലും CPIM-നെ BJP സഹായിച്ചതുകൊണ്ടാണ് BJP-യുടെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞത്. അത് വലിയ തോതിൽ കോൺഗ്രസിന് സഹായമായി. കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 18,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെടുക്കാൻ സഹായമായി എന്നുള്ളതാണ്. നമുക്കറിയാം, അതിനു മുമ്പ് പാലക്കാട് മെട്രോ ശ്രീധരനെ 3,800-ലധികം വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയപ്പോൾ അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചതിൻ്റെ പേരിൽ, വടകര MP ആയതിൻ്റെ പേരിൽ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടം 18,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചത്. പുതിയ രീതിയിലുള്ള ഇക്വേഷൻ CPIM ഇപ്പോൾ മെനഞ്ഞിരിക്കുകയാണ്. BJP-യുമായി ചേർന്നുകൊണ്ടുള്ള അന്തർധാര അത് സജീവമാക്കാൻ വേണ്ടിയുള്ള കളികളാണ് രാജീവ് ചന്ദ്രശേഖരനും MV ഗോവിന്ദനും കൂടെ രഹസ്യമായി നടത്തുന്നത് എന്ന് വ്യക്തമാകുന്ന ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വാർഡുകളിൽ പോലും അത്തരത്തിൽ ഒരു സംവിധാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് നടക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലായിരുന്നാലും CPIM അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. തില്ലങ്കേരി മോഡൽ അത് ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി അത് പലതവണയും നടക്കുന്നു എന്നുള്ള പരാമർശം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. തില്ലങ്കേരി മോഡൽ എന്നുള്ളത് നമുക്കറിയാം. അവിടെ ബിനോയ് കുര്യൻ വിജയിച്ചത് എങ്ങനെയെന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. ഏതായാലും CPIM-ന്റെ ചില സ്ഥാനാർത്ഥികളെ ഈസിയായി വിജയിപ്പിച്ചെടുക്കാൻ BJP-യുടെ സഹായം തേടുന്ന ഒരു രാഷ്ട്രീയ കളമാണ് ഇപ്പോൾ കേരളത്തിൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രത്യേകിച്ചും BJP-ക്ക് വളരെയധികം വോട്ട് വിഹിതമൊന്നും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ആ വോട്ടുകൾ കൂടി കൃത്യമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക്, CPIM-ന്റെ സ്ഥാനാർത്ഥിക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അമ്മാവനും മരുമകനും കൂടി ചേർന്ന് ഇപ്പോൾ അണിയറയിൽ നീക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് MV ഗോവിന്ദൻ പരസ്യമായി പറയുമ്പോൾ MV ഗോവിന്ദനെ ശാസിക്കുകയാണ്. നമുക്കറിയാം, നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് CPIM-ഉം RSS-ഉം തമ്മിൽ കാലാകാലങ്ങളിലായുള്ള ബന്ധത്തെക്കുറിച്ച് MV ഗോവിന്ദൻ തുറന്നടിച്ചത്. അത് വലിയ തോതിൽ CPIM-ലെ അന്തം കമ്മികൾക്ക് വലിയ ഒരു ഷോക്കായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ പിണറായി വിജയൻ തന്നെ ഗോവിന്ദനെ ശാസിച്ചു എന്ന രീതിയിൽ പിന്നീട് വാർത്തകൾ വന്നു. ഏതായാലും ശാസിച്ചാലും ഇല്ലെങ്കിലും സത്യസത്യമായി MV ഗോവിന്ദൻ പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.